Setting up the Christmas tree, filled with all the memories of the ones I love the most. Decorations high and low, spreading joy, but this I know, who's the source of all its glow. For I don't need a strand of lights twinkling at midnight, no candlelight illuminating bright. For He gives my Christmas light, He gives my Christmas light. Christmas Prayer by Gerard Manley Hopkins. Moonless darkness stands between the past no more be seen, but the Bethlehem star may lead me to the sight of Him who freed me from the self that I have been. Make me pure, Lord, Thou art holy, make me meek. Lord, Thou art lowly, now beginning, and always now begin on Christmas Day. ക്രിസ്മസ് ഒരു റിന്യൂവലിനുള്ള സമയമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. കാരണം ക്രിസ്മസിന് ശേഷം പുതുവത്സരത്തിലൂടെ ആ നവീകരണം നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് അടുത്ത വർഷത്തിലേക്ക് പോകുന്നു. ഒരു വർഷത്തിലെ ഏറ്റവും രസകരമായ ഒരു സമയമാണ് ക്രിസ്മസും പുതുവത്സരവും. ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഉള്ള രണ്ട് വ്യക്തികളുടെ, ഒരു ഭാര്യയും അവരുടെ ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഒരു വലിയ നവീകരണം ഉണ്ടാകുകയും ആ നവീകരണത്തിലൂടെ അവരുടെ ജീവിതത്തിൽ തിരിച്ച് സന്തോഷം തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കഥയാണ് കെന്നത്ത് സോയർ ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് റൈറ്റർ എഴുതിയിരിക്കുന്ന ഡസ്റ്റ് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞ, ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി എ ഷോർട്ട് സ്റ്റോറി ഓർ എനിത്തിങ് ഓർ എ നോവൽ. ഇറ്റ് വാസ് എ പ്ലേ, ഒരു വൺ ആക്ട് പ്ലേ ആയിരുന്നു. ഈ വൺ ആക്ട് പ്ലേ ശരിക്കും എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വൺ ആക്ട് പ്ലേ ആണ്. കാരണം അതൊരു ഭയങ്കര ഒരു പവർഫുൾ സ്റ്റോറി ആയിട്ട് ഞാനത് ആദ്യമായി വായിച്ച കാലഘട്ടം തൊട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരിക്കുന്ന കഥകളിലൊന്നാണ്. പലപ്പോഴും എൻ്റെ ഫാദർ എന്നോട് പറയും, ഫുൾ ലുക്ക് ഇൻ ടു യുവർ ഹാർട്ട് ആൻഡ് റൈറ്റ്, ഓർ ലുക്ക് ഇൻ ടു യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക്, ബിക്കോസ് വാട്ട് കംസ് ഫ്രം ദ ഹാർട്ട് ഗോസ് ടു ദ ഹാർട്ട്. അപ്പോൾ എന്നെ ടച്ച് ചെയ്യാത്ത ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരിക്കലും അത് നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യണമെന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ ഈ ക്രിസ്മസിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വൺ ആക്ട് ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു സീനുണ്ടാവും. ഇതിൻ്റെ ആദ്യത്തെ സീനിൽ നമ്മൾ കാണുന്നത് ഒരു റോക്കിംഗ് ചെയറിൽ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന പ്രായമുള്ള ഒരു സ്ത്രീയെയാണ്. അവരുടെ പേര് പ്രൂഡൻസ് സ്റ്റീൽ എന്നാണ്. ഇവരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്തൊരു ഹേർത്തുണ്ട്. കാരണം ഓഫ് കോഴ്സ് ഇറ്റ്സ് ദ ക്രിസ്മസ് ടൈം. അപ്പോൾ നല്ല തണുപ്പുള്ള കാലമാണ്, മഞ്ഞ് പൊഴിയുന്ന കാലമാണ്. അപ്പോൾ അവരുടെ ഹേർത്തിൽ യു ക്യാൻ ഹിയർ ദ ഫയർ ക്രാക്ലിംഗ് അപ്പ് ഇൻ ദ ഹേർത്ത് ബിസൈഡ് ഹെർ. അപ്പോൾ അവർ ബൈബിൾ വായിച്ചുകൊണ്ട് ആടുന്നതിൻ്റെ ഇടയ്ക്ക് അവരാരെയോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കോളിംഗ് ബെല്ലല്ല, ഡോർ നോക്കേഴ്സാണ്. ഡോറിൽ നോക്ക് ചെയ്യുന്നത് കേൾക്കാം. അപ്പം ഡോർ നോക്കറിൽ ആരോ അടിക്കുന്നുണ്ട്. തൻ്റെ റോക്കിംഗ് ചെയറിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന പ്രൂഡൻസ് സ്റ്റീൽ താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ എടുത്ത് ടേബിൾ വെച്ചതിന് ശേഷം ഡോറിനടുത്തേക്ക് നടന്ന് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ
ഡോറിൻ്റെ അടുത്ത് നിന്ന് ഡോറ് തുറന്നതിന് ശേഷം കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 2 കൈകളും ബാൻഡേജ്ഡ് ആണ്, അദ്ദേഹത്തിൻ്റെ 2 കാലുകളിലും ബാൻഡേജുകളാണ്. ദേഹം ആസകലം ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്രിസ്മസ് ഡോണിൽ ഒരു പുതപ്പ് പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതയ്ക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടി അവരുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഒരു ബെഗറിനെയാണ് അവർ കാണുന്നത്. ഈ ബെഗറിനെ ഇത്രയും ദാരുണാവസ്ഥയിൽ കണ്ടിട്ട് പോലും ബൈബിള് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നടന്ന് ഡോറിലേക്കെടുത്ത പ്രൂഡൻസ് സ്റ്റീല് ഈ കതക് അടച്ച് ആ ബെഗറിനെ ഷട്ട് ഔട്ട് ചെയ്യുകയാണ്. എന്നിട്ട് തിരിച്ച് തൻ്റെ റോക്കിംഗ് ചെയറിലെത്തി അതിലിരുന്ന് പിന്നെയും ബൈബിൾ എടുത്തു വെച്ച് തുറന്നു വായിക്കുന്ന പ്രൂഡൻസ് സ്റ്റീലിനെ നമ്മൾ കാണുന്നു. അപ്പോൾ അതാ വീണ്ടും ഡോർ നോക്കറിൻ്റെ ശബ്ദം കേൾക്കാം. അവർ തൻ്റെ ഭർത്താവാണ് വന്നിരിക്കുന്നത്, പീറ്ററാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ച് പിന്നെയും പോയി കതക് തുറക്കുന്നു. കതക് തുറന്ന് നോക്കുമ്പോൾ വളരെയധികം ഹൈറ്റുള്ള, ഭയങ്കര ഒരു ഫിയേഴ്സ് ലുക്കിംഗ് ഐസ് ഉള്ള ഒരു മനുഷ്യനെയാണ് അവർ കാണുന്നത്. അപ്പോൾ പ്രൂഡൻസ് തന്നെ ചോദിക്കുന്നുണ്ട്, യു ലുക്ക് ലൈക്ക് എ ട്രാമ്പ്, നീ ഒരു നാടോടിയെ പോലെയാണല്ലോ നിന്നെ കണ്ടാൽ തോന്നുന്നത്, നീ ആരാണ്, വാട്ട് ഡു യു വാണ്ട്? നിനക്ക് ഈ വീട്ടിൽ ഇന്ന് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അവർ ഡോർ അടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ ഡോറ് തള്ളി മാറ്റി അകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്യുന്ന ഒരു ട്രാമ്പിനെയാണ് നമ്മൾ കാണുന്നത് അവിടെ. അതിനുശേഷം പ്രൂഡൻസിനോട് ആ ട്രാമ്പ് പറയും, നിങ്ങൾ പോയി നിങ്ങളുടെ ചെയറിലിരിക്കൂ, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ പ്രൂഡൻസ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനുള്ളൂ, ഒരു ട്രാമ്പുമായിട്ട് എനിക്ക് എന്ത് സംസാരിക്കാനാണ്? അലഞ്ഞു നടക്കുന്ന ഒരാളുമായിട്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ആരാ, റോബറാണോ? നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്? കുറച്ച് നേരത്തിനുള്ളിൽ എൻ്റെ ഭർത്താവ് പീറ്റർ വരും, ആൻഡ് ഹീ വിൽ നോക്ക് യു ഔട്ട് ഓഫ് ദിസ് പ്ലേസ് എന്ന് പ്രൂഡൻസ് പറയുന്നുണ്ട് ആ ട്രാമ്പിനോട്. അപ്പോൾ ആ ട്രാമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്, ഡു യു റിമെമ്പർ $31,000 ബിൽസ് കൗണ്ടഡ് ഓൺ ദിസ് ടേബിൾ? ഉടനെ അവർ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് എന്ത് ഡോളർ ബിൽസിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്താണ്, എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അപ്പോൾ ആ ട്രാമ്പ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ, നിങ്ങൾക്കൊരു പക്ഷേ അത് ഓർമ്മയുണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിന്നെയും ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പോൾ പ്രൂഡൻസ് സ്റ്റീൽ എഴുന്നേറ്റ് ഡോറിലേക്ക് വളരെ വേഗത്തിൽ എത്തി ഡോറ് തുറന്ന് അവരുടെ ഭർത്താവായ പീറ്ററിനെ കണ്ട് അവർക്ക് ആശ്വാസമായി. അവർ പീറ്ററിനെ അകത്തേക്ക് ആനയിക്കുന്നു. അതിനുശേഷം ഡോറ് ലോക്ക് ചെയ്തിട്ട് പറയുന്നു, പീറ്റർ, ക്യാൻ യു സീ ദാറ്റ് ട്രാമ്പ് ഇൻസൈഡ് ദിസ് റൂം? ഇത്രയും നേരം അയാൾ എന്നെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അയാൾ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ലെറ്റ് പീറ്റർ കം ആൻഡ് ഹി വിൽ നോക്ക് യു ഔട്ട് ഓഫ് ദിസ് റൂം. പക്ഷെ ഇത് പറഞ്ഞ് പ്രൂഡൻസ് സ്റ്റീല് തൻ്റെ വിരൽ ചൂണ്ടി ആ ട്രാമ്പ് നിന്നിരുന്ന സ്ഥലത്തേക്ക് തൻ്റെ ഭർത്താവിൻ്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ ആർക്കും അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ദ റൂം ഈസ് എംപ്റ്റി. അപ്പോൾ പീറ്റർ പ്രൂഡൻസിനോട് പറയും, ക്രിസ്മസ് മോർണിംഗ് ഒക്കെ അല്ലേ, നീ ഇത്രയും ഉറക്കിളച്ചതല്ലേ, ഒരുപക്ഷെ നിനക്കങ്ങനെ തോന്നിയതാവാം. അപ്പോൾ പീറ്റർ പ്രൂഡൻസിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യേ, യു ഹാവ് സം കോഫി ഓൺ ദ സ്റ്റവ്. ഞാൻ ഇവിടെ ഒന്നിരുന്ന് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് വിശ്രമിക്കട്ടെ. പ്രൂഡൻസ് ഇരുന്ന റോക്കിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് വിശ്രമിക്കുന്ന പീറ്ററിനെ നമുക്ക് കാണാം. പീറ്റർ പതുക്കെ റോക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ശബ്ദം സൈഡിൽ നിന്ന് പീറ്റർ കേൾക്കുകയാണ്, അടുത്തു നിന്ന്. ഹേയ് പീറ്റർ. അപ്പോൾ പീറ്റർ തല ചെരിച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ ദേ തൻ്റെ ഭാര്യ പ്രൂഡൻസ് പറഞ്ഞ ട്രാമ്പ് അവിടെ നിൽക്കുന്നു. ഇത്രയും നേരം അയാൾ അവിടെ ഇല്ലായിരുന്നു ആ മുറിയിൽ, ഇയാൾ എവിടെ നിന്ന് വന്നു? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പ്രൂഡൻസ് പറഞ്ഞത് ശരിയാ, ഒരു ട്രാമ്പ് ഈ മുറിയിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ട്രാമ്പിനോട് ചോദിക്കും, നീ ആരാ, നിനക്ക് എന്താ വേണ്ടത്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ. അതുകൊണ്ട് ഈ ട്രാമ്പ് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിപ്പോകാൻ വന്ന ആളല്ല. നിങ്ങളൊരു പാവപ്പെട്ട ഒരു ബെഗറിനെ രാവിലെ ബൈബിളും വായിച്ചുകൊണ്ട് ക്രിസ്മസ് മോർണിംഗിൽ ഇരുന്നതിന് ശേഷം യാതൊരു കരുണയും കാണിക്കാതെ ഡോറടച്ച് വിടുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ അത്രയും പോലും കാരുണ്യം എന്നോട് കാണിക്കത്തില്ലെന്ന് എനിക്കറിയാം, കാരണം ഞാനത് അർഹിക്കുന്നവനോ ആഗ്രഹിക്കുന്നവനോ അല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട് പീറ്റർ, അത് താൻ കേട്ടേ പറ്റൂ. ഉടനെ പീറ്റർ ചോദിക്കുക, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഉടൻ പീറ്ററിനോട് അദ്ദേഹം പറയും, ഡു യു റിമെമ്പർ $31,000 bills counted on this table? പീറ്ററിനൊരു അത് മനസ്സിലായ പോലെ പീറ്ററിൻ്റെ മുഖം കണ്ടാൽ അറിയാം. പക്ഷെ പീറ്റർ പറയുന്നു, എനിക്കറിയില്ല. ഉടൻ ട്രംപ് പറയുന്നു, നിനക്കറിയാം പീറ്റർ, പക്ഷെ നീ അത് നിഷേധിക്കുന്നു. നീ അത് നിഷേധിക്കാൻ പാടില്ല. കാരണം നിനക്കറിയാം, ഈ ടേബിള്, ഈ ചെയറിൻ്റെ സൈഡിലുള്ള ഈ ടേബിളിൽ വെച്ചാണ് അത് കൗണ്ട് ചെയ്ത് നിൻ്റെ കയ്യിൽ തന്നത്. ഒരു പാവപ്പെട്ട സോൾജിയർ, അയാൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നിൻ്റെ കയ്യിൽ കൗണ്ട് ചെയ്ത് ആ പണം തന്നിരുന്നു. ആ പണവും അതിൻ്റെ ഇൻട്രസ്റ്റും നിനക്ക് കിട്ടി. പക്ഷേ ഇന്ന് ഈ ക്രിസ്മസിന് ശേഷം ഈ പുതുവത്സരത്തിൽ അയാളോട് നീ കൊടുത്ത അന്നത്തെ എഗ്രിമെൻ്റ് പ്രകാരം അയാളുടെ മകനെ ഈ പണം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി. പക്ഷെ അത് കൊടുക്കാൻ നീ തയ്യാറല്ല മാനസികമായിട്ടെന്ന് എനിക്കറിയാം എന്ന് ഈ ട്രാമ്പ് പീറ്ററിനോട് പറയുകയാണ്. ഉടൻ പീറ്റർ പറയുകയാണ്, ആ സോൾജിയർ ആ യുദ്ധത്തിൽ മരിച്ചുപോയി, അയാൾ തിരിച്ചു വന്നില്ല, അയാളുടെ മോനി കാര്യവും അറിയത്തില്ല, അവൻ ഇത് ചോദിച്ചു വരുന്നുമില്ല. പക്ഷെ ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, അയാളുടെ മകനെ ഏൽപ്പിക്കുക എന്നുള്ളത്. കാരണം നിന്റെ മനസാക്ഷിയെ നിനക്ക് വഞ്ചിക്കാൻ സാധിക്കില്ല ഒരു ക്രിസ്മസ് ദിനത്തിൽ. അങ്ങനെ പീറ്റർ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരിക്കും മാനസികമായി ബുദ്ധിമുട്ടുകയാണ്. കാരണം അത് കൊടുക്കണമെന്നുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള കുറേ പണം അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കൊടുക്കണോ വേണ്ടയോ, അദ്ദേഹത്തിന് മനസ്സിൽ ആ സംഘർഷം നടക്കുകയാണ്. പക്ഷേ ഇത് നടക്കുന്ന സമയത്തും പീറ്റർ ചോദിക്കുന്നു, പക്ഷെ നീ ആരാണ്? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ എന്നോട് പറയണം, നീ ആരാ? അപ്പോൾ ഈ ട്രാമ്പ് പറയുന്നുണ്ട്, എന്തുകൊണ്ടും മനസാക്ഷിയെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടൊരു മനുഷ്യൻ ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ആൾ ഞാൻ തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ, കുറേ നാണയങ്ങൾ കാണാം, 30 എണ്ണം. അങ്ങനെ പീറ്റർ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഫീൽ ചെയ്ത് നോക്കുമ്പോൾ പീറ്ററിന് മനസ്സിലാകുന്നു അയാളുടെ പോക്കറ്റിൽ നിറച്ച് നാണയങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ട്രാമ്പ് അദ്ദേഹത്തിൻ്റെ കോട്ടിൽ പിടിച്ചുകൊണ്ട് കുലുക്കി കാണിക്കുന്നു. എന്നിട്ട് പീറ്ററിനോട് പറയുന്നുണ്ട്, ആദ്യമായി മനസാക്ഷിയെ വഞ്ചിച്ച നാണയങ്ങൾ നിന്റെ പോക്കറ്റിൽ കിടന്ന് കുലുങ്ങി തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാകും അതിന് ഒരു വിലയുമില്ലാത്തതാണ്. കാരണം നിന്റെ വീട്ടിൽ രാവിലെ ആവശ്യത്തിനൊരു പുതപ്പ് പോലും, മഞ്ഞ് പെയ്യുന്ന ഈ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതപ്പ് പോലും പുതയ്ക്കാനില്ലാതെ വന്ന, കൈ രണ്ടും കാല് രണ്ടും ബാൻഡേജ് ചെയ്ത, ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബെഗറിനോട് നീ കാണിച്ചത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ മനുഷ്യൻ നിന്റെ പിക്കറ്റ് ഫെൻസിൻ്റെ അവിടെ വെച്ച് തിരിഞ്ഞു പോയപ്പോൾ അയാൾക്ക് ഞാൻ നീട്ടിയതാണ് ഈ 30 നാണയങ്ങൾ. അയാൾ അത് മേടിക്കാൻ കൂട്ടാക്കാതെ പോയി. പക്ഷേ എല്ലാ ക്രിസ്മസ് ദിനത്തിലും ഞാൻ ഇയാളുടെ പുറകെ നടക്കും. കാരണം ഇയാൾ ഒരു കാലത്ത് എൻ്റെ സുഹൃത്തായിരുന്നു, ഇന്നെൻ്റെ ക്രെഡിറ്ററാണ്. ടുഡേ ഐ ഓവ് ഹിം ദോസ് 30 pieces of silver. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ മുറിയിൽ നിന്ന് ആ ട്രാമ്പ് വാനിഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു സീക്വൻസിൽ പീറ്ററിന് കോഫിയുമായി വരുന്ന പ്രൂഡൻസിനെ നമുക്ക് കാണാം. അപ്പോൾ പീറ്റർ പ്രൂഡൻസിനോട് ഒരു തോട്ട് ഷെയർ ചെയ്യും. അന്ന് ആ സോൾജിയർ നമ്മളെ ഏൽപ്പിച്ച ആ പണം, അതിൻ്റെ ഇൻട്രസ്റ്റ് സഹിതം അയാളുടെ മകന് നമുക്ക് തിരിച്ചു കൊടുത്താലോ? അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഈ ക്രിസ്മസ് മോർണിംഗിൽ സന്തോഷത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ? അപ്പോൾ
ഒരിക്കലും പീറ്റർ പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത, പ്രത്യേകിച്ച് പണപരമായ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കാത്ത പീറ്ററിൻ്റെ ഭാര്യയായ പ്രൂഡൻസ് സ്റ്റീൽ പറയുന്നു, അത് നല്ലൊരു തോട്ടാണ്. കാരണം അതിൽ ക്രിസ്മസിൻ്റെ ശരിയായ സ്പിരിറ്റ് അത് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുകയാണ്. ആ സോൾജിയർ അന്ന് അവരെ ഏൽപ്പിച്ചിട്ട് പോയ പണം അയാളുടെ മകനെ ആ ക്രിസ്മസ് ദിനത്തിൽ തിരിച്ചേൽപ്പിക്കുക. അങ്ങനെ സന്തോഷകരമായ ഒരു രീതിയിൽ അവസാനിക്കുന്ന ഒരു കഥയാണ് കെന്നത്ത് സോയർ ഗുഡ്മാൻ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ സീക്വൻസും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീക്വൻസാണ്. അതിൽ പീറ്റർ പറയുന്നുണ്ട് പ്രൂഡൻസിനോട്, പ്രൂഡൻസ് നീ ഒരു കാര്യം ചെയ്യൂ, ഒരു കോഫിയും കൂടെ നീ റെഡിയാക്കൂ, എനിക്കൊരാളെ കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. അപ്പം പ്രൂഡൻസ് ചോദിക്കുന്നുണ്ട്, ആരെയാണത്? നീ ഇവിടുന്ന് ഡോർ അടച്ചു വിട്ടേ ആ ബെഗറിനെ, അയാളിപ്പോൾ എവിടെ എത്തിക്കാണും? അപ്പോൾ പ്രൂഡൻസ് പറയുന്നുണ്ട്, അയാൾ ആ വില്ലോ ബെൻഡിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പീറ്റർ പറയുന്നു, ഐ വിൽ ക്വിക്ക്ലി മൂവ് ഡൗൺ ദ സ്ട്രീറ്റ് ആൻഡ് ബ്രിങ് ഹിം ബാക്ക് ടു അവർ ഹോം, because I know that we have to bring Christ back into our home this Christmas, and this is the way we have to do it. അങ്ങനെ ആ ബെഗറിനെ വില്ലോ ബെൻഡിൽ തപ്പി മഞ്ഞു പെയ്യുന്ന വഴിയിലേക്ക് ഇറങ്ങുന്ന പീറ്ററിനെയും, ആ ബെഗറുമായി തൻ്റെ ഭർത്താവ് തിരിച്ചെത്തുമ്പോൾ അയാളെ സൽക്കരിക്കാൻ കോഫി ഉണ്ടാക്കാനായി പ്രൂഡൻസ് തൻ്റെ കിച്ചണിലേക്ക് പോവുകയും ചെയ്ത് വളരെ സന്തോഷകരമായി പര്യവസാനിക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കെന്നത്ത് സോയർ ഗുഡ്മാൻ്റെ ഡസ്റ്റ് ഓഫ് ദ റോഡ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ തേടിയിറങ്ങുന്ന, ക്രിസ്തുവിനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് മഞ്ഞു പെയ്യുന്ന ആ പാതകളിലൂടെ വില്ലോ ബെൻഡിലേക്ക് നടക്കുന്ന പീറ്ററിനെയാണ്, ക്രിസ്തുവിനെ സൽക്കരിക്കാൻ ഒരുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും. നമ്മൾക്കും ഈ ക്രിസ്മസിൽ ലെറ്റ്സ് ബ്രിങ് ക്രൈസ്റ്റ് ബാക്ക് not only into our hearts but into our homes also. I wish you all a Merry Christmas. Let this be a wonderful Christmas for all of us.